ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോണത് അജുമാനിലുള്ള ഫെസ്റ്റിവൽ ലാൻഡിലേക്കാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ അങ്ങോട്ട് പോണത് മെയിനായിട്ട് അവിടെ ഒരു റാബിറ്റ് പാർക്ക് ഉണ്ട്. ആ പാർക്കിലേക്ക് പോകാനാണ് കേട്ടോ. എനിക്കും എൻ്റെ അനിയത്തിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റാബിറ്റ്സിനൊക്കെ. ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ ഇവിടെ കുറേ ഏരിയാസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് ഒരാൾക്ക് 5 dirhams ആണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറി വെക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റാബിറ്റ് പാർക്ക്. നല്ല രസമില്ലേ കാണാൻ. ഇവിടുത്തെ കുറേ റാബിറ്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ ഇവിടെ കുറേ കുഞ്ഞേതായിട്ടുള്ള ജീവനുള്ളത് കേട്ടോ. ശരിക്കത്തെ റാബിറ്റ് കുഞ്ഞേതും ഉണ്ട്, കുറേ വലുതും ഉണ്ട്. വലുത് അത്ര ഇല്ല കേട്ടോ, കുറച്ചുള്ളൂ. എന്നാലും നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവരൊക്കെ. ഇവിടെ കുറേ ഇതേപോലത്തെ പൂക്കളുള്ള മരങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ആർട്ടിഫിഷ്യലായിട്ട്. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ കുറേ മുയലുണ്ടെന്ന്. ഇത് കുറച്ചുള്ളൂ, ഇത് വലിയതാണ്. ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ കുറേ മുയൽ. കുറേ പേര് ഈ മുയലിനൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഈ മുയൽ നോക്കി നല്ല പാവമായിട്ട് അവിടെ ഉറക്കം വരുന്ന പോലെ ഇങ്ങനെ കിടക്കുക കേട്ടോ, നല്ല ക്യൂട്ടായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ കേട്ടോ. ഇപ്പം എന്താ പറയുക, ഇവിടെ ഗോൾഡ് ഉണ്ട്, അതുപോലെ കളിക്കുന്നതുണ്ട്, ഡ്രസ്സുകൾ കുറേ ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ഇവിടെ.
ഇപ്പോൾ ക്രിസ്മസും നാഷണൽ ഡേ ഒക്കെ ആവാറായില്ലേ, അത് കാരണം ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ നമുക്ക് കുതിരയുടെ മേത്തും ഒട്ടകത്തിൻ്റെ മേത്തൊക്കെ പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് കേട്ടോ. ഇതിന് ലുക്കീമിയത്തെന്നോ അങ്ങനെ എന്താണ് പറയുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് അറബികളൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ ഹണിയൊക്കെ ഒഴിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ഒരെണ്ണത്തിനും 10 ദിർഹംസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഹണിയിലൊക്കെ ആക്കിയിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ അനിയത്തിക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് കഴിക്കുന്നത്. എന്തായാലും ഇത് നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഇവൾക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇവിടെ പിന്നെ കുറേ ഫുഡ് ഐറ്റംസിൻ്റെ ഷോപ്സുകളുണ്ട്. പിന്നെ ഇയാളെ നോക്കി, ഇയാൾ എന്തിൻ്റെ മേലെയോ ഇങ്ങനെ കയറിയിട്ട് ഭയങ്കര വലുതായിട്ട് കേട്ടോ. എൻ്റെ അനിയത്തിക്ക് കണ്ടിട്ട് പേടിയൊക്കെ ആയി. പക്ഷേ ഇയാൾ എങ്ങനെയാണ് അവളെ ബാലൻസ് ചെയ്തിങ്ങനെ നിൽക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ അയാൾ എടുത്തിട്ട് അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ജോക്കറും കൂടെ ഉണ്ടായിട്ടോ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. കാരണം നമ്മൾ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഇത് എന്തോ ചിക്കനും കബാബും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മയോണൈസും ഫ്രഞ്ച് ഫ്രൈസും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മയോണൈസിനൊക്കെ നല്ല എന്തൊക്കെയോ പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ അറബികളെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും കേട്ടോ.
പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു മാള് പോലെ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. അവിടെ കുറേ സാധനങ്ങളുണ്ട്, ഇതേപോലത്തെ കുറേ ഐറ്റംസും ഡ്രസ്സുകളും പാത്രങ്ങളും അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇന്ന് 12 മണിക്കുമാണ് കേട്ടോ. അപ്പം ഇത് എന്തായാലും ഒരു നല്ല ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രക്കുള്ള ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.